കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനിട്ട വീഡിയോ അയച്ചു. മുടി ഒഴിയുന്നു, ആദിവാസി ഓയിൽ യൂട്യൂബ് പ്രൊമോഷൻ കണ്ട് മേടിച്ചതാണ്. അങ്ങനെ മേടിച്ചിട്ട് തേച്ചിട്ട് മുടി കൊഴിച്ചിൽ അതീവ ഗുരുതരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൽ റിയാക്ട് ചെയ്തിട്ട് ഇനി ആരും ഈ ആദിവാസി ഓയിൽ എന്ന് പറഞ്ഞ സാധനം പ്രൊമോഷൻ കണ്ട് വാങ്ങരുത്, എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ആ വീഡിയോ വന്ന ചാനലിൻ്റെ പേര് ഞാനിവിടെ പറയാം. ആ വീഡിയോ ഇട്ട പയ്യൻ്റെ ചാനലിൻ്റെ പേര് ട്രാവൽ വിത്ത് ജിൽ. ഓക്കെ, ആരും പറ്റിക്കപ്പെടരുത്, എംഫോടെക് ജിയോ മച്ചാൻ പറഞ്ഞ മുടി വളരും മാന്ത്രിക ഓയിൽ തേച്ചിട്ട് എന്താ ഉണ്ടായെന്നുള്ളതാണ് ആ പയ്യൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിനകത്ത് ഈ പ്രമോഷനെ കുറിച്ചും പ്രമോഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും അത് വാങ്ങുന്ന ആളുകളെ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും പേഴ്സണലി പറയാലോ, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീല് കണ്ടിട്ടൊക്കെയാണ് ചില സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകാറ്, ചില ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, ചില പ്രൊഡക്ട്സ് വാങ്ങുന്നതൊക്കെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ പഴയ പോലെ ടി വിയിൽ ഒരു ആഡ് കണ്ടാലോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വരുന്ന ഒരു സാധനം കണ്ടാലോ ഒന്നും ആരും ഇടിച്ചു കയറി പോകാറില്ല. എല്ലാം ഇപ്പോൾ വാട്സാപ്പിലൂടെ വരുന്ന ബാനേഴ്സ്, ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന അവർ പ്രൊമോഷൻ വീഡിയോസ്, ഇതിൽ കൂടെയൊക്കെ തന്നെയാണ് എല്ലാവരും മാക്സിമം ഇപ്പോൾ പ്രൊമോഷൻ സാധനങ്ങൾ വാങ്ങാറും യൂസ് ചെയ്യാറും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര കാലമായി, ഇതിപ്പോൾ എത്ര കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പേഴ്സണൽ ചോയ്സാണ് നമ്മളൊരാളുടെ വീഡിയോ കണ്ടിട്ടൊരു സാധനം വാങ്ങണോ വേണ്ടത്. മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഭയങ്കര മോശമായി അല്ലെങ്കിൽ നമുക്കത് തീരെ റെഡി ആയില്ല, അവർ പറഞ്ഞ പോലെ അല്ല ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ആയതോ അല്ലെങ്കിൽ ടേസ്റ്റ് ആയതോ നമുക്കത് കിട്ടിയതോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്കതിൽ നമ്മളുടെ റിയാക്ഷൻ പറയാം, നമ്മുടെ ഒപ്പീനിയൻ പറയാം, നമുക്ക് നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താം. ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, കൺസ്യൂമർ എന്നുള്ള രീതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാര്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് റിലേറ്റഡ് ഹെയർ ഓയിലാണ്. ഓക്കെ, ലൈക്ക് കോസ്മെറ്റിക് ബ്യൂട്ടി പ്രൊഡക്റ്റ് തന്നെ പറയാം. ഹെയർ ഓയിൽ, മുടി വളരാനുള്ള ഒരു എണ്ണ. ഞാൻ എപ്പോഴും ആലോചിക്കാറ്, ഈ മുടി വളരാനുള്ളത്, സോപ്പ് പോലത്തെ ചളി പോകാനുള്ളത്, അല്ലെങ്കിൽ മുഖം വെളുക്കാനുള്ളത്, സ്മൂത്താവാനുള്ളത്, താടി വളരാനുള്ളത്, ഇങ്ങനത്തെ ഓയിലുകൾ, സോപ്പ്, ബാം, ജെല്ല് സാധനങ്ങളൊക്കെ വർഷങ്ങളോളമുള്ള R&D ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പണിയെടുത്ത് വരുന്ന ബിഗ് ബ്രാൻഡുകളേക്കാൾ കൂടുതൽ റിസൾട്ട്സ് ഈ പറഞ്ഞ ഓർഗാനിക്, നാച്ചുറൽ എന്ന് പറഞ്ഞു വരുന്ന സാധനങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ വെക്കാറുണ്ട്. ഇനി അങ്ങനെ ഞാൻ എന്തെങ്കിലും മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരെടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു ചെല്ലുന്നുള്ളതും എൻ്റെ മുന്നിലൊരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അത് ഇനി ഒന്നും കൂടി നിങ്ങളോട് പറയാം, വിവരിക്കാം. ഇന്ദുലേഖ വൈറ്റ് സോപ്പ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമ്മളെ മമ്മൂട്ടി ഒരു ആഡ് ചെയ്തിട്ട് ഒരു ചേട്ടൻ, ചാത്തു എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചേട്ടൻ പോയിട്ട്, 67 വയസ്സുള്ള ചാത്തു എന്ന് പറഞ്ഞ ചേട്ടൻ പോയി കേസ് കൊടുത്തു. ഓക്കെ, മമ്മൂട്ടിയാണ് ഇന്ദുലേഖ ആ വൈറ്റ് സോപ്പ് എൻഡോസ് ചെയ്തത്. സോ ആ ടൈമിൽ ആ ചേട്ടൻ അത് മേടിച്ച് ഉപയോഗിച്ച സമയത്ത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള മമ്മൂക്ക ചെയ്ത ആ ഒരു വീഡിയോയിൽ പറഞ്ഞ എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചേട്ടൻ പോയിട്ട് എന്ത് ചെയ്തു, കേസ് കൊടുക്കുകയും അവരത് ഔട്ട് ഓഫ് കോസ്റ്റ് സെറ്റിൽമെൻറ്റിൽ 30,000 രൂപ എങ്ങാണ്ട് കൊടുത്ത് ആ ചേട്ടൻ അത് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ ചേട്ടൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, ഞാൻ ഈ കേസ് കൊടുക്കാൻ കാരണം ഇതേപോലുള്ള പ്രമുഖ വ്യക്തികൾ വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിലുള്ള കാര്യങ്ങളല്ല നമുക്ക് റിസൾട്ടായിട്ട് നമ്മൾ ഈ സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ കിട്ടുക എന്നുള്ളത് നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനും തൊലി വെളുക്കാനും തങ്ങളുടെ സോപ്പ് ഉപയോഗിച്ചാൽ മതിയെന്ന് പരസ്യം നൽകിയ കമ്പനിക്കെതിരെ നിയമയുദ്ധം നടത്തി നഷ്ടപരിഹാരം വാങ്ങിയ ആവേശത്തിലാണ് മാനന്തവാടി സ്വദേശി ചാത്തു. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളും സെലിബ്രിറ്റികളും സാമൂഹിക ഉത്തരവാദിത്തം കാണിക്കണമെന്ന് ബോധ്യപ്പെടുത്താനാണ് കേസ് നൽകിയതെന്ന് ചാത്തു പറയുന്നു. ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചാൽ സൗന്ദര്യം തേടിവരുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പലവട്ടം സോപ്പ് തേച്ച് കുളിച്ചിട്ടും പണം ചോർന്നതല്ലാതെ ആരുടെയും സൗന്ദര്യം കൂടിയില്ല, തൊലി വെളുത്തതുമില്ല. അതിനിടെയാണ് ഇന്ദുലേഖ വഞ്ചിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 24-ന് വയനാട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ സോപ്പ് കമ്പനിക്കും പരസ്യത്തിൽ അഭിനയിച്ച നടൻ മമ്മൂട്ടിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തത്. ഈ മാസം കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് കമ്പനി ചാത്തുവിനെ സമീപിച്ചത്. 30,000 രൂപ നഷ്ടപരിഹാരം നൽകി കേസ് തീർപ്പാക്കുകയും ചെയ്തു. ജനുവരി 5-ാം തീയതി എന്നെ വക്കീൽ വിളിച്ച് കൽപ്പറ്റയ്ക്ക് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ
എന്നോട് പറഞ്ഞ് കേസ് പിൻവലിച്ചൂടെ, അത് അവർ ഒരു ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. സിനിമാ താരങ്ങളുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെന്നും അവർ പണം വാങ്ങി ജനങ്ങളെ കബളിപ്പിക്കരുതെന്നുമാണ് ചാത്തുവിന്റെ പക്ഷം. ഇന്ദുലേഖ സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഒത്തുതീർപ്പെന്നാണ് സൂചന. ഓക്കെ, അപ്പം എന്താണെങ്കിലും അത് ഞാൻ ആദ്യമേ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്, ആ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഈ ജിൽജിൽ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ട്രാവൽ വിത്ത് ജിൽജിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ഈ പയ്യൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അത്ര വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ആദിവാസി ഓയിൽ M4Tech ജിയോ മച്ചാൻ പറഞ്ഞിട്ട്. അതിന്റെ വീഡിയോവും നല്ല റീച്ചിൽ പോയ വീഡിയോവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തും നമ്മുടെ ആളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയിൽ. പ്രകൃതിയുടെ ഹക്കി പിക്കി ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി ഓയില് 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം. എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വെട്ടി, എൻ്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി. ഇപ്പൊ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം, സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ആക്ടിങ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് രണ്ടാമതും പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. മുടി എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റപിടുത്തത്തിന് തന്നെ നല്ല മുടി കൊഴിച്ചിലാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ യൂസ് ചെയ്തത് സെപ്റ്റംബർ 27-ാം തീയതി നമ്മ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇന്ന് 25 ദിവസമായി. 25 ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടിട്ടില്ല. പക്ഷെ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വരുത്തിയത്. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിടുന്ന ഓയിലിന്റെ അത്രം പോലും ഫലം ഇത് ചെയ്യുന്നില്ല. കാരണം ഇത് ലിറ്ററിന് 2500 രൂപയാണ്. എന്തായാലും ഇത് വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും തന്നില്ല. ഇനി തരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഇനിയും മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സംഗതി വേറൊന്നുമല്ല, M4Tech ഇട്ട വീഡിയോ, ജിയോ മച്ചാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് ആൾക്ക് പ്രൊഫഷണൽ ആക്ടിങ് അതിൽ പോകേണ്ട ഒരാളാണ്. അയാൾ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ കണ്ടത് M4Techൻ്റെ വീഡിയോ ആണ്. ഞാൻ നോക്കുമ്പോൾ M4Tech മാത്രമല്ല, ഈ ആദിവാസി ഹെയർ ഓയിൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നോർത്തിലുള്ള ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, സിനിമ സെലിബ്രിറ്റീസ് അടക്കം ഒരുപാട് പേര് അതിഭീകരമായിട്ട് അഗ്രസീവായിട്ട് പ്രൊമോഷൻ നടത്തിയ ഒരു സാധനമാണ് ഈ ആദിവാസി ഹെയർ ഓയിൽ. ഓക്കെ, നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. ഹിന്ദിക്കാരൊക്കെ ചാനലിൽ ഇഷ്ടം പോലെ കണ്ടവനും. ഞാൻ പറഞ്ഞ ഫിലിം സെലിബ്രിറ്റീസിൻ്റെ അടക്കം പേജുകളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പറാകാനൊക്കെ പോയി ചെയ്തിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ആദിവാസി ഓയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട്, പ്രോ ആൻഡ് കോൺസ് എല്ലാവരും പറയുന്നുണ്ട് അതിനകത്ത്. കാരണം ആദിവാസി ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഇത് റിയൽ ആണോ, ഓർഗാനിക് ആണോ, നാച്ചുറൽ ആണോ, കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് പറഞ്ഞു ഇതിന്ന് റിസൾട്ട് ഉണ്ടായി, കുറേ പേര് റിസൾട്ട് ഉണ്ടായില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നോർത്തിൽ ഹിന്ദി യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഈ സാധനം ഭയങ്കരമായ രീതിയിൽ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. ഇത് നമ്മളെ നാട്ടിലേക്ക് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ M4Techും ചട്ടമ്പീസും മിരിയും ഈ ബുൾജെറ്റും ബഷീർ ബഷി കുറേ പേര്, ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ വീഡിയോസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇയാൾ പക്ഷേ കണ്ടത് M4Techൻ്റെ വീഡിയോ ആണ്. M4Techൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആൾ മേടിച്ചത്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ ഇപ്പോൾ ഒരു ആളുടെ വീഡിയോ, ഇപ്പോൾ ഞാൻ എന്നെ വിശ്വസിക്കുന്നവർ കാണൂടെ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, ഇതിലിപ്പോൾ ഒരാളെങ്കിലും എന്നെ വിശ്വസിക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് വാങ്ങി യൂസ് ചെയ്യുന്നവരുമാണ്. അത് വാങ്ങി യൂസ് ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് 100% പറയാം. ഓക്കെ, പക്ഷേ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജിയോ മച്ചാൻ്റെ വീഡിയോ ഞാനിവിടെ ഒന്ന് ലൈറ്റായിട്ട് പ്ലേ ചെയ്യാം.
അപ്പൊ ഈ കാണുന്ന മുടിയുടെയൊക്കെ രഹസ്യം തേടിയുള്ള നമ്മുടെ യാത്രയിൽ ചേട്ടാ ഞങ്ങൾക്ക് അറിയാനുള്ളത് എന്താണ് ഈ ഒരു മാജിക്കൽ ഓയിലിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്? സാർ ഈ സീക്രട്ട് പറയുമ്പോൾ പരമ്പരമുള്ള നമുക്ക് ചെറിയ കച്ചവടമാണ് ഇത്. ഞങ്ങൾ ഒരു ആദിവാസികളാണ്. കർണാടക സ്റ്റേറ്റ് മൈസൂർ ഡിസ്ട്രിക്ട് ഹക്കിപ്പിക്കി ആദിവാസി കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരാണ്. ഹക്കിപ്പിക്കി ആദിവാസി കമ്മ്യൂണിറ്റി. പിന്നെ കേരള കൂടി നമുക്ക് ഒത്തിരി സർവീസ് ഉണ്ട്. പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഓൺലൈൻ സമയത്ത് ഇല്ലാത്ത സമയത്ത് ബാഗിലായിട്ട് ചെറുതായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സാർ നമുക്ക് ഒത്തിരി കൺട്രിയിൽ ഫസ്റ്റ് സെയിൽ ആയിരുന്നു, നടന്ന് കച്ചവടമായിരുന്നു. ഫസ്റ്റ് പറയുമ്പോൾ കേരള, തമിഴ്നാട്, ആന്ധ്ര, നമുക്ക് കർണാടക സ്റ്റേറ്റ്, സൗത്ത് ഇന്ത്യ എല്ലാം മൊത്തം നടന്ന് കച്ചവടമായിരുന്നു. പക്ഷേ ഈ പോലെ അഡ്വർടൈസ്മെന്റ് നമുക്ക് ഉണ്ടായില്ല. പക്ഷേ 2015, 18, 20 ഇതിന്റെ ഉള്ളിലാണ് ഓൺലൈനിലായിട്ട് സമർപ്പണം ആയത് എണ്ണ. പിന്നെ എല്ലാ ചേട്ടന്മാർ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഒത്തിരി സ്ഥലത്ത് കേരളത്തിലെ ഒത്തിരി സ്ഥലത്ത് ഞാൻ കച്ചവടം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വരാനായിട്ടൊരു കാരണമുണ്ട്. ഞങ്ങൾ കേട്ടെടുത്തോളം വെച്ചിട്ട്, അതായത് ഈ ഒരു ആദിവാസി ഓയിൽ എന്ന് പറയുന്നത് ഏകദേശം 1000 വർഷം മുമ്പ് വരെ എന്താ പറയുക ഉപയോഗിച്ചിട്ടുണ്ട്. സത്യമാണ്. നമുക്ക് പരമ്പരമുള്ളത് 3 തലമുറയായി മാറി വരുന്ന കച്ചവടമാണ് ഇത്. ഇത് ഇന്ന് കച്ചവടം തുടങ്ങിയിട്ട് നാളെ നിർത്താനുള്ളതല്ല. ഇത് ഞങ്ങൾ ജീവിതമാണ്. ഇത് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോലെ ഞങ്ങൾ പേരിലേക്ക് ഒത്തിരി ഫ്രോഡ് ഐറ്റംസ് ഇപ്പോൾ ലഞ്ച് ആയി, ഓൺലൈൻ ഫ്രോഡ് ആയി. അപ്പോൾ അത് ആ കാരണം കൊണ്ടാണ് നിങ്ങളെ പോലെ വലിയ ആൾക്കാർക്ക് വിളിപ്പിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടത്. എന്തിന് ഞങ്ങൾ ആദിവാസിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് എല്ലാവരും കാണട്ടെ. എല്ലാവരുടെ അടുത്ത് നമുക്ക് അധ്വാനിക്കലുള്ള പൈസ വെറുതെ വേസ്റ്റ് ആക്കണ്ട. 300-400 രൂപയിലേക്ക് പോയിട്ട് വേസ്റ്റ് ആക്കണ്ട. ഇങ്ങനെ നോക്കി വാങ്ങുമ്പോൾ ഞങ്ങളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം, നല്ല സാധനം നിങ്ങളെ പോലെ ആൾക്കാരുടെ അടുത്ത് എത്തിയാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് കാണാം. മുന്നോട്ട് നമുക്കും ഒരു കച്ചവടം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാക്കന്മാർ വരെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ആദിവാസി ഓയിലാണ്. കാരണം അത്രയ്ക്ക് ഗുണമുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത്. അതും നമുക്ക് എന്താ പറയുക, വെറും പറച്ചിൽ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും മുടി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈസൂരിലേക്ക് ഇവരെ തേടി എത്താനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണണം എന്താണ്, അതായത് അവരെടുക്കുന്ന പച്ചമരുന്നുകൾ എന്താണ്, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോനകത്ത് ഇതിൻ്റെ ഫോർമാറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ പ്രൊമോഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ പ്രൊമോഷൻ. സെക്കൻഡ് തിങ്, ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനത്തിനകത്ത് ഈ പറഞ്ഞ കറ്റാർവാഴയും ചെമ്പരത്തിയും സാധനമൊക്കെ പിടിച്ചു കൊണ്ടുപോയി ലൈക്ക് പക്ക പ്രൊമോഷനാണെന്നുള്ളത് കണ്ടറിഞ്ഞുകൂടെ നമുക്ക്. ഞാൻ അത്രേ ചോദിക്കുന്നത്. പിന്നെ ഒരു ഓയിലാണ്, ഒരു സോപ്പാണ്. ഇങ്ങനത്തെ ഓയിൽ, സോപ്പ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഓരോരുത്തർക്കും ഓരോ സ്കിന്നിന് ഓരോ ടെക്സ്ചറും ഓരോ രീതിയിലാണ്. ചിലർക്ക് ഇത് പറ്റിയില്ല എന്ന് വരും. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ വളരെ എന്താ പറയുക, ഒരു 100 അല്ല 1000 കസ്റ്റമേഴ്സ് ഇത് മേടിച്ചിട്ട് മുടി പോയി മുട്ടയായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊമോഷൻ ചെയ്തവരെയൊക്കെ പിടിച്ചിട്ട് കേസോ സാധനമാക്കി നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സാധനം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പ്ലീസ് ട്രൈ ടു ലൈക്ക് എന്താ പറയുക, നമ്മൾ ചെന്നത് കണ്ട് കയ്യിൽ ലൈക്ക് ഫീൽ ചെയ്ത് വാങ്ങാനും ഇതിനും പഠിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ നോക്കുക. അതാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഏറ്റവും റെയറായിട്ട് നമുക്ക് എവിടെ നോക്കിയാലും കിട്ടാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ആരെങ്കിലുമൊക്കെ പ്രൊമോഷൻ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ കണ്ടതേ വാങ്ങാറുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊക്കെ നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇനി ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഒരു ബ്യൂട്ടി റിലേറ്റഡ് സാധനം വാങ്ങി, നമുക്കത് ആപ്റ്റ് ആയില്ല, ഓക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ മറ്റേ ചേട്ടൻ മമ്മൂട്ടിക്ക് എടുത്ത് കൊടുത്ത മാതിരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രൊമോഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഇത് പണി വരാം. നാളെ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ് പഠിച്ച് അതിനൊരു ലീഗൽ സാധനമുണ്ട്. ഇപ്പോൾ ഈ ആദിവാസി ഓയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ വണ്ടടിച്ചൊരു കാര്യമുണ്ട്. ഈ ആദിവാസി ഓയിൽ ചെയ്യുന്ന ടീമുകൾക്ക് എവിടെ നിന്നുള്ള ഇത്രയും ക്രിയേറ്റേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനെയും വിളിച്ച് ലൈക്ക് എങ്ങനെ അവർക്കിത് മുതലാവണേ? എന്താണെങ്കിലും മിനിമം ഇവരൊക്കെ ഒരു 1.5 ലക്ഷം 1 ലക്ഷം വാങ്ങിയിട്ടായിരിക്കും, അതിലും കൂടുതൽ വാങ്ങിയിട്ടായിരിക്കും പലരും വീഡിയോസ് ചെയ്യുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്, 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡുള്ള വീഡിയോ എന്നല്ല ആദിവാസി ഹെയർ ഓയിലിന് പോകണം. ഒരു കംപ്ലീറ്റ് ഫുൾ സ്ട്രെച്ച് വീഡിയോ ആണ്. അതിന് എത്ര രൂപ കൊടുക്കണം പ്രൊമോഷന്? അപ്പോൾ ഇവർക്ക് എത്ര സെയിൽസ് നടക്കണം? അപ്പോൾ ഇവരൊരു ബോട്ടിൻ്റെ ലാഭം എന്താ വരുത്? ഇത്രയും സാധനം കാട്ടുന്ന വേറൊരു കോമൺ സെൻസ് ചെയ്യുന്ന കാട്ടിനകത്ത് കയറിയിട്ട് ഈ സാധനം പറിക്കാൻ ഫോറസ്റ്റുകാർ ആരെങ്കിലും സംഭവിക്കും? എനിക്കങ്ങനെ കുറേ ഡൗട്ട്സാണ് വന്നിട്ടുള്ളത്. ആ പയ്യൻ്റെ വീഡിയോ തന്നെ ഒന്നുകൂടി കാണാം. അവൻ്റെ ട്രസ്റ്റ് ബ്രേക്ക് ആയതിൻ്റെ സങ്കടമാണ് അവൻ പറയുന്നത്. എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനെയൊക്കെ വിശ്വസിച്ച് എംഫോർടെക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത്. അപ്പോൾ
ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിലും ഇതൊന്നും രക്ഷയില്ല. 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കണത്. അത് കാരണം നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താടിയൊക്കെ. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും കൂടിയായിരുന്നു മുടിയും താടിയൊക്കെ. നമുക്ക് പൈസ പോയാലല്ല, ഒരു വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചിട്ട് അത് നമ്മളെ ചതിക്കുക എന്നുള്ളൊരു രീതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. പൈസ പോകണമെങ്കിൽ പോട്ടെ, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ മുടി വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ അതും വരാതിരിക്കണതല്ല, ഉള്ള മുടിയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ജിയോ മച്ചാന് വാട്സപ്പിൽ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനാണ്. പിന്നെ ആളെയൊക്കെ അത്രയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ സംഭവങ്ങളും വാങ്ങണത്. അപ്പോൾ ഇങ്ങനൊരു അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് പറയണ 1% പോലും എന്താ പറയുക ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു 10-25 ദിവസമായി. കേട്ടില്ല, അവൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ട്രസ്റ്റ് ബ്രേക്ക് ആയതാണ്. മനസ്സിലായോ? ജിയോ മച്ചാൻ പറഞ്ഞു, അല്ലെങ്കിൽ ജിയോ മച്ചാൻ്റെ വീഡിയോ കണ്ടു മേടിച്ചു, ആ ട്രസ്റ്റ് പോയി. അതാണ് ആ പാവത്തിൻ്റെ പ്രശ്നം. ഞാൻ ജിയോ മച്ചാൻ്റെ വീഡിയോയിലാണെങ്കിലും ലാസ്റ്റ് ലേറ്റർ ഓൺ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സ് കാണിക്കുന്നു, ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നു, അങ്ങനെയാണ് ജിയോ മച്ചാനും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് പ്രമോഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പ്രമോഷനായിട്ട് കാണാൻ ഇനിയെങ്കിലും പഠിക്കുക. ഓക്കെ, പ്രമോഷൻ എന്താണെന്നും പ്രമോഷൻ എങ്ങനെയാണ് അവർ ചെയ്യുന്നുള്ള പാറ്റേണൊക്കെ നമുക്കറിയാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായി. സോ അത് പഠിക്കുക, അതിനനുസരിച്ച് പ്രൊഡക്ട്സ് വാങ്ങുക, ഉപയോഗിക്കുക. ലാസ്റ്റ് മേടിച്ചിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ കേസോ കൂട്ടമായിട്ട് പോകുന്നത് അങ്ങനെ പോവാം. അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ആർ പ്രൊമോഷൻസ് എന്നുള്ളത് തിരിച്ചറിയുക. ഓക്കെ, പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ബെസ്റ്റ് വേസ് ടു കൺസൾട്ട് വിത്ത് എ ഡോക്ടർ. നിങ്ങളുടെ സ്കിൻ എന്താ, എങ്ങനെ വേണം, എന്തിനാണെങ്കിലും, മുഖത്ത് വയ്ക്കുന്ന ഒരു ക്രീമാണെങ്കിലും തലയിൽ തേക്കുന്ന ഒരു സാധനമാണോ ഒക്കെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇനിയില്ല, നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് നോർമലായിട്ട് കിട്ടുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ്. അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ഫീഡ്ബാക്ക് കൂടുതലുള്ള ആളുകൾക്ക്, മനസ്സിലായോ? കുറച്ചും കൂടി ഫീഡ്ബാക്ക് കിട്ടിയ പ്രൊഡക്ട്സ് ഉണ്ടാവും, അത് യൂസ് ചെയ്യാൻ നോക്കുക. സോ മാക്സിമം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് തന്നെ ആയിട്ട് കാണാൻ നോക്കുക. അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മേജർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അഡ്രസ്സ് ചെയ്യുക. ആൻഡ് പ്രൊമോഷൻ ചെയ്യുന്നവരോട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കും പണി. ഇപ്പോൾ മമ്മൂക്കാക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് സെറ്റിൽമെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ വലിയ ബ്രാൻഡുകൾക്ക് പല പുലികൾക്കും കിട്ടിയിട്ടുണ്ട് പണി. നാളെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് എതിരെയും വരാം. സോ ജെന്യുവൻ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ നോക്കുക, ലീഗലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ നോക്കുക. പ്രൊമോഷൻ മറ്റേ ബെറ്റ് മറിച്ചേ ബെറ്റ് രാജാ കീജ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വട്ടം മൂഞ്ചും.